അങ്ങനെ ഏറെ നാളത്തെ അനുമോളുടെ അരങ്ങേറ്റം എന്നുള്ള ആഗ്രഹം നിറവേറാൻ പോവാണ്. ശനിയാഴ്ച ആയിരുന്നു പ്രോഗ്രാം. പക്ഷെ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ഒരു 5:30 ആകുമ്പോഴേക്കും ഗുരുവായൂർ എത്തി. രണ്ടുപേർക്കും ഒരുപോലെയുള്ള പട്ടുപാവാടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് കാണുന്നത്. കുറച്ച് റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ. നമ്മൾ വൈകുന്നേരം സുഖമായിട്ട് ഉള്ളിൽ കയറി തൊഴുതു. പക്ഷേ ഫോണ് അലൗഡ് അല്ലല്ലോ ഉള്ളിലേക്ക്, അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. അതിനുശേഷം ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തന്നെ മേക്കപ്പിന് വേണ്ടിയിട്ട് റെഡിയായി. റെഡും ഗ്രീനും കോമ്പിനേഷനായിരുന്നു ഡ്രസ്സ്. നല്ല ഭംഗിയിൽ അവർ മേക്കപ്പും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഇത്. LKG മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാവരുടെയും മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ നടക്കിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ നടക്കിൽ തൊഴുത് വന്ന് കൃത്യം 1:30 തന്നെ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. നന്നായിട്ട് തന്നെ കളിച്ചു. നല്ല ഭംഗിയിൽ തന്നെ ഒരു തെറ്റും കാര്യങ്ങളൊന്നും കൂടാതെ നന്നായിട്ട് ഭഗവാന്റെ മുന്നിൽ അരങ്ങേറാൻ പറ്റി. അങ്ങനെ ഡാൻസിന് ശേഷം എല്ലാ കുട്ടികൾക്കും അവരുടെ ടീച്ചറായിട്ട് ഗീത ടീച്ചറുടെ കയ്യിൽ നിന്നും സമ്മാനദാനം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്ന് രണ്ടുപേരുടെയും ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡാൻസ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ തൊഴുതിറങ്ങിയതിന് ശേഷം ആ നടന്നു വരുന്ന വഴിയിലൂടെയുള്ള കടകളിൽ കയറുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സാധനങ്ങളാണ്, ചെറിയൊരു മോതിരാണെങ്കിൽ പോലും അത് അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അങ്ങനെ ഞാൻ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു തവണ കൂടി നടക്കിൽ പോയി ഭഗവാനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ബായ്, താങ്ക് യു.